അതേ കാക്ക പോകുന്നു, അല്ലെങ്കിൽ തടിച്ചിനീത് പോകുന്നു, ഇന്ന് കറുമ്പി, ചെകുത്താൻ, ഇതൊക്കെയാണ് എൻ്റെ വിളിപ്പേര്. എനിക്ക് നീതു പോൾസൺ എന്ന പേര് തന്നു നൽകിയതും ആ കഥയാണ്. അതാണ് എൻ്റെ 750 രൂപ കല്യാണ സാരി. എൻ്റെ പേര് നീതു പോൾസൺ. എൻ്റെ സ്വദേശം ഇടുക്കിയാണ്. തൊടുപുഴയാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. ഞാനിന്ന് ഹാൻഡ്മെയ്ഡ് ജ്വല്ലറിയാണ് ചെയ്യുന്നത്. എനിക്ക് NB ലേണിംഗ് സെൻ്റർ എന്ന് പറഞ്ഞ ട്യൂഷൻ സെൻ്റർ ഉണ്ട്. ഇതിലേക്കൊക്കെ എത്തും മുൻപ്, ഇന്നത്തെ ഈ നീതു പോൾസൺ എന്ന ആളിലേക്ക് എത്തും മുൻപ് എനിക്ക് പറയാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ അമ്മയുടെ തറവാട്ടിലാണ്. എനിക്ക് അച്ഛനില്ലായിരുന്നു. ഗ്രാൻഡ് പേരൻസ് ആണ് എന്നെ വളർത്തിയത്. അച്ഛനില്ലാതെയും അമ്മ അരികില്ലാതെയും വളരുന്ന ഒരു കുട്ടിയുടെ എല്ലാ വിഷമത്തിലും കൂടിയാണ് ഞാൻ വളർന്നത്. എങ്ങനെയെങ്കിലും എനിക്ക് സ്വന്തമായി ജോലി ചെയ്യുക, സ്വന്തമായി സമ്പാദിച്ച് ജീവിക്കുക എന്നതായിരുന്നു അന്നത്തെ എൻ്റെ വലിയ ടാസ്ക്. കാരണം നമുക്ക് വീട്ടിൽ വേറെ ആരുമില്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, നമുക്ക് നിൽക്കാനൊരു വീടില്ല, നമുക്ക് ചവിട്ടി നിൽക്കാൻ ഒരു മണ്ണില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് ഏറ്റവും ആവശ്യം ചവിട്ടി നിൽക്കാൻ ഒരു മണ്ണാണ്. അതുപോലില്ലാത്തൊരിടത്തു നിന്ന് നമ്മൾ എങ്ങനെ മുന്നോട്ട് നടക്കും, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ മുന്നോട്ട് ജീവിക്കാൻ പറ്റും എന്നത് വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. അവിടെ നിന്നും അപ്പോൾ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയുക, ഞാനിപ്പോഴും എൻ്റെ ബാല്യത്തെപ്പറ്റി പറയുന്നത് നിലാവില്ലാത്ത ഒരു രാത്രി പോലെ എന്നാണ്. കാരണം അത്രയും ഒറ്റപ്പെടലും ഏകാന്തതയും വിഷമതയും ഒക്കെ ഞാൻ ആ ലൈഫ് അനുഭവിച്ചിട്ടുണ്ട്. 8ാം ക്ലാസ് വെച്ചിട്ടാണ് ഞാൻ എഴുത്തിലേക്ക് വരുന്നത്. അത് എഴുതാൻ കാരണം എൻ്റെ ഹിന്ദി ടീച്ചറായ സുമ ടീച്ചറാണ്. ഞാൻ ഒരു ദിവസം ഒരു കഥ എഴുതി അയക്കുകയും ടീച്ചർ ആ കഥ വായിച്ചിട്ട് നിർബന്ധമായിട്ട് മത്സരങ്ങളിൽ പങ്കെടുക്കണമെന്നും പറഞ്ഞു. അങ്ങനെ ടീച്ചർ കാരണം ഞാൻ ആ വർഷത്തെ കഥാരചന മത്സരത്തിൽ പങ്കെടുത്തു. പക്ഷെ ഞാൻ പോയത് കവിതാരചനയ്ക്കാണെങ്കിലും എനിക്ക് മത്സരം കിട്ടിയത് കഥയ്ക്കായിരുന്നു. അങ്ങനെ പതുക്കെ എഴുത്തുകാരിയായ നീതുമോൾ കെയ്മിനെ എല്ലാവരും അറിഞ്ഞു തുടങ്ങി. പക്ഷെ എനിക്ക് ആ ഒരു എഴുത്തിൻ്റെ ആ യാത്ര എനിക്ക് 10ാം ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കേണ്ടി വന്നു. എൻ്റെ ജീവിത പ്രാരാബ്ദങ്ങൾ മൂലം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിത്തം കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് കളമശ്ശേരി കോൺവെന്റിലെ അടുക്കളയിലേക്കാണ്. ഒരു 4 മാസം അവിടെ ജോലി ചെയ്തു. അതിനുശേഷം വീണ്ടും അവിടുത്തെ ജീവിതം എനിക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാൻ അവിടുന്ന് മാറി എറണാകുളത്ത് ഒരു വീട്ടിൽ പോയി അവിടെ കുറേ നാൾ ജോലി ചെയ്തു. അങ്ങനെ ഒരു 3-4 വർഷം ഈ അടുക്കള ജോലിയും വീട്ടുപണിയൊക്കെ ആയിട്ട് എൻ്റെ ലൈഫ് ഒരു 20 വയസ്സ് വരെ എനിക്കറിയാവുന്ന എല്ലാ തൊഴിലും ഞാൻ ചെയ്തു. എങ്ങനെയെങ്കിലും ജീവിക്കണം, എങ്ങനെയെങ്കിലും സമ്പാദിക്കണം, ആരുടെയും കൈയും കാലും പിടിക്കരുത് എന്നൊരു ഒറ്റ ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഇടയ്ക്ക് എൻ്റെ പഠിത്തം നിന്നുപോയി. എനിക്ക് എൻ്റെ പഠിത്തം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഈ ഒരു കാലയളവിലാണ് എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെയാകുന്നതും അമ്മ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്നതും. ആ അമ്മ കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. അമ്മയ്ക്ക് ഒരു 50% വരെ പൊളയായിട്ടുണ്ടായിരുന്നു. അമ്മ ഹോസ്പിറ്റലായപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ജോലികളെല്ലാം നിർത്തിവെച്ച് എൻ്റെ 17 വയസ്സിൽ ഞാൻ അമ്മയെ നോക്കാൻ വേണ്ടി ആശുപത്രിയിൽ വന്നു. അമ്മയെ നോക്കി, അമ്മയ്ക്ക് വേണ്ട വിധത്തിലുള്ള ചികിത്സയും കാര്യങ്ങളും കിട്ടി. അമ്മ തിരിച്ച് അമ്മയുടെ തറവാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയി. വീണ്ടും എനിക്ക് പഴയ ഒരു അവസ്ഥയിലേക്ക് എൻ്റെ ജീവിതം പിന്നെ എത്തിപ്പെട്ടു. കാരണം കൈ പൈസയില്ല, വേറെ സഹായിക്കാൻ ബന്ധുക്കളാരുമില്ല, സാമ്പത്തികപരമായിട്ടും ഒരുപാട് കഷ്ടപ്പെടുന്നു എനിക്ക് ആ സമയത്ത് തോന്നി. കാരണം എൻ്റെ ഏജിലുള്ള കുട്ടികളെല്ലാവരും പഠിക്കാൻ പോകുന്നു, അവർ ഉപരിപഠനത്തിന് പോകുന്നു, എനിക്ക് മാത്രം ഒന്നുമില്ല. അപ്പം എനിക്ക് തോന്നി ഇങ്ങനെ നിന്നാൽ പറ്റില്ല, എങ്ങനെയെങ്കിലും ജീവിക്കണം എന്ന് പിന്നെ ഒരു ആഗ്രഹം തോന്നി. ആ സമയത്താണ് എനിക്കൊരു പ്രണയം ഉണ്ടാവുന്നത്. അപ്പം ആ പ്രണയം എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾ ജസ്റ്റ് തമ്മിൽ ഒരാഴ്ചത്തെ ഒരു പരിചയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ ആളോട് പറഞ്ഞു, എൻ്റെ വീട്ടിലെ അവസ്ഥകളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെ കല്യാണം കഴിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൂടപ്പിറപ്പുകളോ കൂട്ടുകാരോ ബന്ധുക്കളോ ആരുമില്ല, സ്ത്രീധനമായിട്ട് ഒന്നും തരികയില്ല. ഇതൊക്കെ ഉറപ്പാണെങ്കിൽ മാത്രം നിങ്ങൾ കല്യാണം കഴിച്ച് വന്നാൽ മതി. ഇപ്പോൾ വരണ്ട, ഇപ്പം ഞാൻ കല്യാണം കഴിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുമ്പോൾ എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് ഞങ്ങൾ ഒരാഴ്ചത്തെ ഫ്രണ്ട്ഷിപ്പേ ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഞാൻ നേരെ പൂനെയിലേക്ക് പോയി. പൂനെയിൽ ഒരു വീട്ടിൽ കുറേ കാലം ജോലി ചെയ്തു. ഒരു 19 വയസ്സായപ്പോഴത്തേനും എനിക്ക് പൂനെയിലെ ജീവിതവും അടുത്തു തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി തിരിച്ച് നാട്ടിലേക്ക് പോകണമെന്ന് തോന്നി. നാട്ടിൽ എനിക്ക് ആരുമില്ല, ബട്ട് അമ്മയുടെ തറവാട് മാത്രമേ ഉള്ളൂ, അമ്മയുടെ അമ്മ മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മയുടെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ അമ്മയുടെ സഹോദരന്മാരുടെ വേറെ വീടുകളിലൊക്കെ മാറി. അപ്പം നിലവിൽ അവിടെ അമ്മമ്മയും തറവാടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്ന സമയത്ത് എനിക്ക് ഇതുപോലുള്ള ഈ ജോലികളൊക്കെ മടുത്തു തുടങ്ങി. കാരണം ഒരു വീട്ടിൽ നമ്മുടേതല്ലാത്തൊരു വീട്ടിൽ പോയി താമസിക്കുക, അവിടുത്തെ ജോലി ചെയ്യുക, അതൊക്കെ എനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. കുറച്ചൊരു അപകർഷതാബോധം കൂടെ എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ ആ സമയത്ത് എൻ്റെ കൂട്ടുകാരെ കാണുമ്പോൾ അവരൊക്കെ നല്ല രീതിയിൽ പഠിക്കുന്നു, നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു, അപ്പം ഞാൻ മാത്രം ഇങ്ങനെയായി പോയല്ലോ എന്നൊരു വിഷമം എൻ്റെ മനസ്സിലോട്ട് വന്നു. 20 വയസ്സായപ്പോഴാണ് ഞാൻ വീണ്ടും ഈ പറഞ്ഞതുപോലെ പോളനെ വിളിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ 3 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് പോളനെ വിളിക്കുന്നത്. അപ്പം ഞങ്ങൾ 1 വർഷത്തോളം ഞങ്ങൾ ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണത്തിലേക്ക് നമുക്കെന്നാൽ കല്യാണം കഴിച്ചേക്കാം എന്നൊരു ഇതിലേക്ക് എത്തി. അപ്പോൾ ഒരു കല്യാണം എന്നെ സംബന്ധിച്ച് ആ സമയത്ത് അത്യാവശ്യമായിരുന്നു. കാരണം ഈ പറഞ്ഞതുപോലെ നമുക്ക് പോയി നിൽക്കാൻ വീടുകളും
ബന്ധുക്കാരും സ്വന്തക്കാരും ഒന്നും ഇല്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എവിടെയെങ്കിലും ഒന്ന് നിൽക്കണം എന്നൊരാഗ്രഹം തോന്നി. അങ്ങനെയാണ് കല്യാണത്തിലേക്ക് ഞങ്ങളുടെ പ്രണയം എത്തുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ആരും സപ്പോർട്ടില്ല. അമ്മ രണ്ടാമത് കല്യാണം കഴിച്ച് ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ ആദ്യമേ പറഞ്ഞു ഇങ്ങനെ ഒരു സപ്പോർട്ടൊന്നും തരില്ല എന്ന് പറഞ്ഞു. പിന്നെ അമ്മയുടെ വീട്ടിൽ നിന്ന് പറയുമ്പോഴത്തേനും അവിടെയും അതുപോലൊക്കെ തന്നെ. പിന്നെ ആളുടെ വീട്ടില് സമ്മതിച്ചില്ല, കാരണം ഞാൻ വേറൊരു കാസ്റ്റും. അങ്ങനെയോടായപ്പം ആരുടെയും സഹായം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പറഞ്ഞു എനിക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട, എൻ്റെ കല്യാണം ഞാൻ നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഞാനൊരു 3-4 വർഷം ജോലി ചെയ്തൊരു കുഞ്ഞ് എമൗണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ സമ്പാദ്യം. ഞാൻ ആ തുകയെല്ലാം കൂട്ടി വെച്ച് 2020 ഞങ്ങളുടെ കല്യാണം നടന്നത്. അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണശേഷം ആ കല്യാണമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണമാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എനിക്ക് പറയാൻ പറ്റും. കല്യാണം സ്വയം എന്താ പറയുക ഞാൻ നടത്തുമെന്ന് ഉറപ്പിച്ചപ്പോൾ ഞാൻ ആദ്യം ചെയ്തു പോയി കല്യാണ സാരി വാങ്ങുന്നതായിരുന്നു. കല്യാണ സാരി വാങ്ങാൻ പോയപ്പോൾ കടയിൽ ഒരുപാട് സാരികൾ 10,000-10,10,000 രൂപയുടെ ഒരുപാട് സാരികൾ അവർ എടുത്തിട്ട് നോക്കി. പക്ഷെ ഞാൻ പറഞ്ഞു ചേച്ചി എനിക്കിതൊന്നും വേണ്ട, എനിക്ക് ഇതിനകത്തുനിന്ന് ഏറ്റവും വില കുറഞ്ഞൊരു സാരി മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു 750 രൂപയുടെ ഓറഞ്ചിൽ വെള്ളക്കല്ല് പിടിപ്പിച്ച സാരി ഇട്ടിട്ട് പറഞ്ഞു ചേച്ചി അല്ലെങ്കിൽ മോളെ ഇതിലും കുറഞ്ഞൊരു സാരി കടയില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഈ സാരി മതി എന്ന് പറഞ്ഞു. അതാണ് എൻ്റെ 750 രൂപയുടെ കല്യാണ സാരി. ഈ കഥയാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ 2019 എഴുതിയിടുകയും അന്നത്തെ എല്ലാ ചാനലും ആ വാർത്ത ഏറ്റെടുക്കുകയും എനിക്ക് നീതു പോൾസൺ എന്ന പേര് തന്നു നൽകിയതും ആ കഥയാണ്. അതിൽ പിന്നെയാണ് എനിക്ക് എഴുത്തിലേക്ക് ഒരു മടങ്ങിവരവ് ഉണ്ടായതും എൻ്റെ 3 പുസ്തകങ്ങൾ ഇറങ്ങിയതും. അതായത് എൻ്റെ കല്യാണം വരെ അല്ലെങ്കിൽ എൻ്റെ 16 വയസ്സ് വരെ നീതു എന്ന പേര് ആരും വിളിച്ചിട്ടില്ല. എന്നെ എല്ലാവരും വിളിച്ചിരുന്നത് കറുമ്പി, ചെകുത്താൻ, ഇതൊക്കെയാണ് എൻ്റെ വിളിപ്പേര്. കാരണം കുട്ടികളൊക്കെ ഭയങ്കര ഹരമാണ് എന്നെ ഇരട്ടപ്പേര് വിളിച്ച് കളിയാക്കുമ്പോൾ. അപ്പം സ്കൂളിൽ ചെന്നിട്ട് നമ്മളിങ്ങനെ കറമ്പി അല്ലെങ്കിൽ അതേ കാക്ക പോകുന്നു അല്ലെങ്കിൽ തടിച്ചിനീത് പോകുന്നു, ഇതൊക്കെയായിരുന്നു സ്കൂളിലൊക്കെ എൻ്റെ ഒരു ലൈഫ് ലോങ് എന്നെ ലൈഫ് സ്കൂൾ കാലഘട്ടത്തിൽ എന്നെ കൂട്ടുകാരെ വിളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഈ പരാതി പറയാൻ വേണ്ടിയിട്ട് സാർമാർ അടുത്ത് പോകുമ്പോൾ അവർ പറയും നീ കറുത്തതല്ലേ, അതല്ലേ നിന്നെ അവരങ്ങനെ വിളിക്കുന്നത് എന്നാണ് അവരൊക്കെ പറയാറ്. അപ്പൊ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു ആ കടന്നു പോകുന്നത്. ആൾക്കാർ കളിയാക്കുമ്പോഴൊക്കെ അന്നും ഈ പറഞ്ഞ നമുക്ക് സപ്പോർട്ട് ആരുമില്ല. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു, എന്തെങ്കിലും ഒരിക്കലും കളിയാക്കാരുടെ മുൻപിൽ എനിക്ക് നിവർന്ന് നിൽക്കണം. നിങ്ങൾ പറയുന്ന കറുത്ത നീതുവല്ല അല്ലെങ്കിൽ കറുമ്പി എന്ന് വിളിക്കുമ്പോൾ തകരുന്ന ഒരു നീതുവല്ല ഉള്ളത്, ഇതിൽ സ്ട്രോങ് ആയിട്ടൊരാളുണ്ടെന്ന് എനിക്ക് കാണിച്ചു കൊടുക്കണമായിരുന്നു. എനിക്കങ്ങനെ ആ കറുമ്പി എന്നും ഈ കാക്കി എന്നൊക്കെ വിളിപ്പേര് കിട്ടി വളർന്ന അത് കേട്ട് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി എനിക്ക് 2021 സവിതാ സാവേരിയെ എനിക്കൊരു വലിയൊരു ഓഫർ വെച്ച് നീട്ടി ഒരു ഫോട്ടോ ഷൂട്ടിംഗ് ആയിരുന്നു ഇത്, ബ്രൈഡൽ ഫോട്ടോ ഷൂട്ടിങ്. ഞാനതിൽ പങ്കെടുത്തു. അന്നെടുത്ത കുറേ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ ഭയങ്കര വൈറലായി. അന്ന് എന്നെ കളിയേക്ക് പോയ കൂട്ടുകാരൊക്കെ മെസ്സേജ് ഇട്ട് ചോദിച്ചു, നിന്നെ കണ്ട ഇപ്പോൾ മനസ്സിലാവില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അന്നും ഈ നീതു തന്നെയായിരുന്നു, ഇതേ വണ്ണം, ഇതേ നിറം, ഇതേ മുടി, ഇതേ കണ്ണ്, ഇതേ ചിരി. പക്ഷെ നിങ്ങളാരും അന്ന് ഈ കറമ്പി എന്ന് വിളിക്കുന്നത് കൊണ്ട് നിങ്ങൾ തിരിച്ചറിയാതെ പോയിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. അപ്പോൾ തന്നെയായിരുന്നു എൻ്റെ പുസ്തകവും. ഞാൻ എഴുതിയിരുന്നു 16 വയസ്സ് അവസാനിപ്പിച്ച് എൻ്റെ എഴുത്ത് പിന്നെ ഞാൻ എഴുതുന്നത് ഒരു 30 വയസ്സിലാണ്. ആദ്യത്തെ പുസ്തകം ജിമിക്കിയായിരുന്നു. അന്ന് എന്നെ കളിയാക്കിയ സാറും ടീച്ചറും ഉൾപ്പെടെ ആ പുസ്തകം വായിച്ചിട്ട് എന്നെ വിളിച്ചു പറഞ്ഞത്, അന്നും അവർ നല്ല വാക്കല്ല പറയാൻ വിളിച്ചു പറഞ്ഞത്, നീ ഇങ്ങനെയൊക്കെ പുസ്തകമൊക്കെ എഴുതുമായിരുന്നോ, നിനക്കൊരു പുസ്തകം എഴുതാൻ മാത്രം എഴുത്തൊക്കെ നിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നോ എന്നാണ് അവർ ചോദിച്ചത്. ഒരു 3 പുസ്തകം ഞാൻ അങ്ങനെ ഇറക്കിയിട്ടുണ്ട്. ഫസ്റ്റ് പുസ്തകത്തിലെ ജിമിക്കി എന്നാണ്, 2ാമത് നോവലാണ് ഇറക്കിയത് റോസമ്മ, 3ാമത് മൂക്കൂത്തി എന്ന് പറഞ്ഞ പുസ്തകമാണ് ഇറക്കിയത്. പുസ്തകങ്ങളെല്ലാം കഴിഞ്ഞിട്ടും എപ്പോഴും എൻ്റെ ഒരു ആഗ്രഹം വീട്ടിൽ എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കണം, എന്തെങ്കിലും ഒരു തൊഴിൽ ജീവിക്കണമെന്നായിരുന്നു. അങ്ങനെയാണ് ഞാൻ ട്യൂഷൻ സെൻ്റർ തുടങ്ങിയത്. അപ്പോഴും ആൾക്കാർ പറഞ്ഞു, നീതു ട്യൂഷൻ സെൻ്റർ തുടങ്ങി, എന്ത് കാണിക്കാനാണ് നീതു ട്യൂഷൻ സെൻ്റർ തുടങ്ങിയെന്ന് ആൾക്കാർ ചോദിച്ചു. പക്ഷെ ഞാൻ അതിലൊന്നും തകർന്നില്ല. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, നമുക്ക് അച്ഛനോ അമ്മയോ ആരും ഇല്ലാതിരിക്കട്ടെ, പക്ഷെ നമുക്ക് നന്നായി ജീവിക്കണം എന്നൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ എന്ത് ജോലി ചെയ്ത് ജീവിക്കുമെന്ന് നിശ്ചയദാർഢ്യം നമുക്കുണ്ടെങ്കിലും നമ്മൾ എവിടെ എത്താതെ പോകില്ല. സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ് ഞാൻ പഠിച്ച പാഠം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്, ഞാൻ നല്ല ഭക്ഷണം കിട്ടാൻ കൊതിച്ചിട്ടുണ്ട്, നല്ല വസ്ത്രം ധരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, സമാധാനത്തിൽ ഉറങ്ങാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ആഗ്രഹിച്ച ഒരു കാലത്ത് നിന്നും ഇന്ന് എനിക്ക് 33 വയസ്സുണ്ട്. എത്തിക്കുമ്പോൾ എനിക്ക് സ്വന്തമായി വീടുണ്ട്. കണ്ണാന്തല എന്ന പേരിൽ എനിക്ക് കുഞ്ഞ് ബ്രാൻഡുണ്ട്. ഹാൻഡ്മെയ്ഡ് ജ്വല്ലറിയാണ് ഞാൻ ചെയ്യുന്നത്. NB ലേണിംഗ് സെൻ്റർ എന്ന് പറഞ്ഞൊരു കുഞ്ഞ് ട്യൂഷൻ സെൻ്റർ ഉണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ കുട്ടികളെ പഠിക്കാൻ വരുന്നു. ഞാൻ ഇതിലേക്ക് എത്തിപ്പെട്ടത് ഒരു ചെറിയ യാത്രയായിരുന്നില്ല. ഒരുപാട് അവഗണനകളും പരിഹാസങ്ങളും കളിയാക്കലും കേട്ടിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. എഴുത്തുകാരി എന്ന ലേബലിൽ പല വേദികളിൽ ഇരിക്കുമ്പോൾ പോലും എനിക്ക് അവഗണന ഏറ്റിട്ടുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മുടെ ലക്ഷ്യം ഒന്നാണെങ്കിൽ, നമുക്ക് സ്വപ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ആഗ്രഹിച്ച ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഒരു കസാരയിലേക്ക് നമ്മൾ എത്തപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എഴുത്തുകാരിയായ നീതു പോൾസൺ, കണ്ണാന്തലയുടെ ഉടമയായ നീതു പോൾസൺ, NB ലേണിംഗ് സെൻ്റർ ഉടമയായ നീതു പോൾസൺ, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും
ഈ പ്രൗഡ് മൂവ്മെന്റ് ഒക്കെ എനിക്ക് തോന്നി തുടങ്ങുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ കഴിഞ്ഞ കാലത്തെ പറ്റി ഓർക്കാറുണ്ട്. അവിടെ നിന്നെല്ലാം ദൈവം എന്നെ ഈ ഒരു വലിയൊരു ഒരു കസാര എന്നാ ഞാൻ പറയുള്ളൂ. കാരണം നമുക്കിരിക്കേണ്ട കസാര നമ്മൾ കണ്ടുപിടിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എൻ്റെ ഒരു ഇരിപ്പിടം ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. പക്ഷെ എനിക്കറിയാം ഇനിയും എനിക്ക് അനേകം പ്രതിസന്ധികളും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ എനിക്കുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഈ 33-ാം വയസ്സിൽ ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൽ വിജയിച്ചു എന്ന് തന്നെ ഞാൻ പറയും. ഈ അവസരത്തിൽ ഞാൻ ഒറ്റ കാര്യം മാത്രമേ ഓർക്കുന്നുള്ളൂ. അത് നമ്മുടെ APJ അബ്ദുൽ കലാം പറഞ്ഞത് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണമെന്നാണ്. അത് തന്നെയാണ് എനിക്ക് നിങ്ങളും പറയാനുള്ളൂ. നമ്മളെ മോശമാക്കി പറയാനും ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഒരിക്കലും ഇത്തരം ആളുകളെ നമുക്ക് മാറ്റി നിർത്താനോ അവരെ കാണാതെ പോകാനും നമുക്ക് കഴിയില്ല. നമ്മൾ നടക്കുന്ന എല്ലാ വഴികളിലും ഇതുപോലെ ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ നമുക്ക് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടെങ്കിൽ, നമ്മുടെ മാർഗം നല്ലതാണെങ്കിൽ ഒരിക്കലും നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. നമ്മൾ ആഗ്രഹിച്ച ആ ലെവലിലേക്ക് നമ്മൾ എന്നാലും എത്തിച്ചേരുക തന്നെ ചെയ്യും. അതുകൊണ്ട് എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായിക്കോട്ടെ, എത്ര വലിയ മോശം വാക്കുകൾ ആൾക്കാർ നിങ്ങളെ പറഞ്ഞുകൊള്ളട്ടെ, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വഴി തന്നെ സഞ്ചരിക്കുക. നിങ്ങൾ ഈ ടോക്കിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി. ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരോട് പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത്. എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു. എങ്ങനെ ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു. എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ, ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ 1000-ലധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് യുവർ ഫ്രീ ട്രയൽ ടുഡേ.